Then Unit 3 Journey of GST in India. നമ്മൾ ജി എസ് ടി എന്താണെന്ന് പഠിച്ചു. അതിന് സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി, യൂണിയൻ ടെറിട്ടറി ഇ ജി എസ് ടി പഠിച്ചു അല്ലേ. Then journey of GST in India. Journey of GST in India, we can say that by means of a constitutional amendment, because the Constitution of India is the basic document of India, and below that constitution, then only we can make it a rules or law. That is why there is the need of a constitutional amendment in order to introduce GST. That is, in India, the idea of national GST was first raised for discussion by Kelkar Committee in the year 2004, which was headed by Dr. Vijay Kelkar. That is, in order to make a constitutional amendment regarding GST, first of all, the first step regarding the constitutional amendment is that there is a discussion about the introduction of national GST, and this meeting was, or this discussion was headed by Dr. Vijay Kelkar under Kelkar Committee. After this, the Union Budget 2007-8, Finance Minister announced that GST would be introduced from 1st April 2010. That is, in the Union Budget 2007 and 8, here under the Finance Minister announced that GST would be introduced from 1st of April 2010. നമുക്ക് ഒരു ഇന്ത്യയിൽ ഒരു ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ദർ ഇസ് നീഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഹെഡായിട്ട് നിൽക്കുന്ന ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ദർ ഇസ് ദി നീഡ് ഓഫ് അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിന് മുമ്പായിട്ട് ഡോക്ടർ വിജയ് കേൽക്കാറിൻ്റെ നേതൃത്വത്തിലുള്ള കേൽക്കാർ കമ്മിറ്റി ജി എസ് ടിയെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയും അതുപോലെ തന്നെ 2007 and 8 ഫിനാൻസ് മിനിസ്റ്റർ നമ്മൾ 2010 ഏപ്രിൽ 1 തൊട്ട് ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. Then the Constitutional Amendment Act 2016, by the amendment of 101, gave way for opening GST in India. 2010 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാലും 2010 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2016 ആണ് 101 അമെൻമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 101 അമെൻമെൻറ്റ് പ്രകാരം ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ why the Constitution of India amended for introducing GST? What is the reason? The first reason is that the taxation powers dispersed among central and state. അതുവരെ നമുക്കറിയാം ഡയറക്റ്റ് ടാക്സ്, അത് ഡയറക്റ്റ് ടാക്സായി ഇൻകം ടാക്സും ലോട്ട് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലെവി ചെയ്തിരിക്കുന്ന ലോട്ട് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസുമാണ് ഉണ്ടായിരുന്നത്. ദെൻ ദി ടാക്സേഷൻ പവേഴ്സ് ഡിസ്പേഴ്സ്ഡ് അമംഗ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ടാക്സേഷൻ പവർ സെൻട്രലിലേക്കും സ്റ്റേറ്റിലേക്കും ഡിസ്പേഴ്സ് ചെയ്ത് കൊടുത്തു. ദെൻ CAA റിക്വയർഡ് ഫോർ അസൈനിങ് കൺകറൻറ്റ് പവേഴ്സ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ടു ലെവി GST ഇൻ ഓൾ സപ്ലൈസ്. എല്ലാ സപ്ലൈയിലും GST ചാർജ് ചെയ്യാനുള്ള കൺകറൻറ്റ് പവേഴ്സ്, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അധികാരങ്ങൾ, ആ കൺകറൻറ്റ് പവേഴ്സ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിന് കൊടുക്കണമായിരുന്നു. അപ്പോൾ GST സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ GST കൺകറൻറ്റ് പവേഴ്സ് എന്നുള്ള ലിസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും കൂടെ ചെയ്യണം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയും കൂടെ ചെയ്യണമായിരുന്നു. ഈ രണ്ട് റീസണിലാണ് ഈ 101 അമെൻമെൻറ്റ് ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് നടത്തിയത്. ദി ടാക്സേഷൻ പവേഴ്സ് ഡിസ്പേഴ്സ്ഡ് അമംഗ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, ആൻഡ് ഓൾസോ CAA റിക്വയർഡ് ഫോർ അസൈനിങ് concurrent powers to central and state to levy GST in all supplies. Then taxation powers dispersed among central and state. എങ്ങനെയാണ് ടാക്സേഷൻ പവേഴ്സ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിൽ ഡിസ്പേഴ്സ് ചെയ്യുന്നത്? സെൻട്രൽ ലെവീസ് ഡ്യൂട്ടീസ് ഓൺ മാനുഫാക്ചർ ഡ്യൂട്ടീസ് ഒക്കെ സെൻട്രലാണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നത്. സെൻട്രൽ ലെവീസ് ഡ്യൂട്ടി ഓൺ മാനുഫാക്ചർ എക്സെപ്റ്റ് ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഹ്യൂമൻ കൺസംഷനുള്ള ആൽക്കഹോൾ ഒഴിച്ച് ബാക്കി മാനുഫാക്ചറിൻ്റെ എല്ലാം ഡ്യൂട്ടി ലെവി ചെയ്യുന്നത് സെൻറ്ററാണ്. സെൻറ്റർ റിവേഴ്സ് CST ഓൺ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ്. നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് GST സെൻറ്ററിനാണ്. സ്റ്റേറ്റ് ലെവീസ് വാറ്റ് ഓൺ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ്. ഇൻട്രാ സ്റ്റേറ്റ് വിതിൻ ദി സ്റ്റേറ്റിനുള്ള സപ്ലൈസിനാണ് സ്റ്റേറ്റിന് വാല്യൂ ആഡഡ് ടാക്സ് ആയിട്ട് വാറ്റ് കിട്ടുന്നത്. അപ്പോൾ ഡ്യൂട്ടി ഓൺ മാനുഫാക്ചർ അതുപോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിനും ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമായിട്ട് ദി ടാക്സേഷൻ പവേഴ്സ് ഡിസ്പേഴ്സ്ഡ് അമംഗ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഇത് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് GST വരികയും ചെയ്തു. ദി ലെവിയിങ് GST കൺകറൻറ്റ് പവേഴ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്തു.
Then next is that a GST bill. GST bill, അതായത് ഈ അമെൻമെൻറ്റ് വന്നപ്പോൾ ബില്ല് നമ്മൾ പാസ്സാക്കണം ഇല്ലേ? The objective of this bill is to simplify the system for taxpayers by unifying the taxes applicable to consumers and suppliers alike. In order to simplify the taxation system and unifying the taxes applicable to consumers and suppliers. ടാക്സ് സിസ്റ്റം സിംപ്ലിഫൈ ചെയ്യുക, അത് യൂണിഫൈ ചെയ്യുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് 4 ബില്ലാണ് പാസ്സാക്കിയത്. ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ടാക്സ് 4 ബിൽസ് വെയർ പാസ്ഡ്. ദാറ്റ് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ, ഇൻ്റഗ്രേറ്റഡ് GST ബിൽ, കോമ്പൻസേഷൻ GST ബിൽ ആൻഡ് യൂണിയൻ ടെറിട്ടറി GST ബിൽ. ഇത് സിംപ്ലിഫൈ ചെയ്യാനും യൂണിഫോം ടാക്സ് സിസ്റ്റം അപ്ലൈ ചെയ്യാനായിട്ട് 4 ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ, GST ബിൽ എന്ന് പറഞ്ഞത്, ഇൻ്റഗ്രേറ്റഡ് GST ബിൽ, അത് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ വരുമ്പോൾ, കോമ്പൻസേഷൻ GST ബിൽ, ദെൻ യൂണിയൻ ടെറിട്ടറി GST ബിൽ. അങ്ങനെ 4 GST ബില്ലാണ് പാസ്സാക്കിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ദാറ്റ് ലെജിസ്ലേറ്റീവ് ഫ്രെയിം വർക്ക്. അത് എങ്ങനെ നിയമമാക്കി മാറ്റിയെന്ന്. നിയമമാക്കി മാറ്റിയത് എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. CGST, UTGST, SGST, ഇൻ്റഗ്രേറ്റഡ് GST, അങ്ങനെ 4 തരത്തിലാണ് GST വരുന്നത് അല്ലേ? ദെൻ there is a single legislation, CGST Act 2017, for levying CGST. CGST ലെവി ചെയ്യാൻ വേണ്ടിയിട്ട്, സെൻട്രൽ GST, സെൻട്രൽ ഗവൺമെൻറ്റുള്ള ടാക്സ് ലെവി ചെയ്യാൻ വേണ്ടിയിട്ട് CGST Act 2017. ദെൻ യൂണിയൻ ടെറിട്ടറീസ്, യൂണിയൻ ടെറിട്ടറീസ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അതിന് UTGST ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. അതാണ് ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക് ഓഫ് GST. ദെൻ there is a GST Council. A new setup by the Government of India named as GST Council was constituted with effect from 12/9/2016. 12/9/2016 another setup, that is a GST Council, was constituted, and as per Article 279A subsection 1 of the amended Constitution, the GST Council has to be constituted by the President within 60 days of the commencement of the Article 279A. 12/9/2016 GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്നു? വിതിൻ 60 ഡേയ്സ്, 60 ദിവസത്തിനകം ഈ സെക്ഷൻ ആസ് പെർ ആർട്ടിക്കിൾ 279A സബ്സെക്ഷൻ 1 പ്രകാരം ഈ GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ദെൻ വിതിൻ 60 ഡേയ്സ് നമ്മൾ ആ കൗൺസിൽ രൂപീകരിക്കാനായിട്ട് ആവശ്യപ്പെടുത്തു. അതിനുശേഷം with a joint forum of the central and state shall consist certain members also. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിൻ്റെ ജോയിൻറ്റ് ഫോറത്തിലാണ് GST കൗൺസിൽ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ GST കൗൺസിലിൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ചെയർപേഴ്സണാണ്, യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് റവന്യൂ ഓർ ഫിനാൻസ് മെമ്പറാണ്, മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഓർ എനി മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ആസ് മെമ്പേഴ്സ് ഓഫ് ദി കൗൺസിൽ. ഫിനാൻസ് മിനിസ്റ്റർ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ചെയർപേഴ്സണും റവന്യൂ ഓർ ഫിനാൻസ് മിനിസ്റ്റർ മെമ്പർ ഓഫ് ദി കൗൺസിലും അതുപോലെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് അതിൻ്റെ മെമ്പറുമായിട്ട് ഒരു GST കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ദെൻ ദി യൂണിയൻ ക്യാബിനറ്റ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ അപ്രൂവ്ഡ് സെറ്റിംഗ് അപ്പ് ഓഫ് GST കൗൺസിൽ ഓൺ 12th September 2016 ആൻഡ് ഓൾസോ സെറ്റിംഗ് അപ്പ് ഇറ്റ് സെക്രട്ടേറിയറ്റ് ആസ് പെർ ദി സർട്ടൻ ഡീറ്റെയിൽസ്. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നമ്മൾ പറഞ്ഞു ചെയർപേഴ്സൺ ആണെന്ന്, അതുപോലെ തന്നെ ചെയർമാൻഷിപ്പ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്ററിൻ്റെ ചെയർമാൻഷിപ്പിൽ GST കൗൺസിൽ അംഗീകരിച്ചത് 12th September 2016 ആണ്. നമ്മൾ പറഞ്ഞു GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 12/9/2016 12th September 2016 അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ചെയർപേഴ്സൺ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ് മെമ്പർ, അതുപോലെ തന്നെ സ്റ്റേറ്റ് റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് നോമിനേറ്റ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് അതിൻ്റെ മെമ്പേഴ്സായിട്ട് പ്രൈം മിനിസ്റ്ററുടെ ചെയർമാൻഷിപ്പിലാണ് GST കൗൺസിൽ രൂപീകരിച്ചിട്ടുള്ളത്. ആ GST കൗൺസിലിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ക്രിയേഷൻ ഓഫ് GST കൗൺസിൽ ആസ് പെർ ആർട്ടിക്കിൾ 279A ഓഫ് ദി അമെൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് 279A പ്രകാരം 279A ഓഫ് ദി ആർട്ടിക്കിൾസ് പ്രകാരം GST കൗൺസിൽ ഫോർമുലേറ്റ് ചെയ്യുക. ക്രിയേഷൻ ഓഫ് GST കൗൺസിൽ സെക്രട്ടേറിയറ്റ് വിത്ത് ഇറ്റ്സ് ഓഫീസ് അറ്റ് ന്യൂഡൽഹി, ന്യൂഡൽഹിയിൽ ഓഫീസായിട്ട് GST കൗൺസിൽ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുക. അപ്പോയിൻമെൻറ്റ് ഓഫ് ദി സെക്രട്ടറി ആസ് എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ഓഫ് ദി GST കൗൺസിൽ. റവന്യൂ സെക്രട്ടറി GST കൗൺസിലിൻ്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആയിരിക്കും. GST കൗൺസിൽ സെക്രട്ടേറിയറ്റ് ഉണ്ട്, അതുകൂടാതെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആയിട്ട് റവന്യൂ സെക്രട്ടറി ആയിരിക്കും.
Inclusion of the chairperson, Central Board of Excise and Customs as permanent invitee to all proceedings of the GST Council. Inclusion of the chairperson, Central Board of Excise and Customs. Central Board of Excise and Customs in the chairperson പെർമനൻറ്റ് ഇൻവൈറ്റി ആണ്. ജി എസ് ടിയുടെ മീറ്റിങ്ങിലല്ല, സ്ഥിര ക്ഷണിതാവാണ്, പെർമനൻറ്റ് ഇൻവൈറ്റി ആണ്. ബട്ട് നോ വോട്ടിംഗ്, വോട്ടിംഗ് റൈറ്റ് ഇല്ല, പക്ഷേ അയാൾ പെർമനൻറ്റ് ഇൻവൈറ്റി ആയിരിക്കും. ദെൻ ക്രിയേറ്റ് one post of additional secretary to the GST Council in the GST Council Secretariat of additional secretary and 4 posts of commissioner in the GST Council Secretariat at the level of joint secretary to the Government of India. One post of additional secretary to the GST Council in the GST Council Secretariat. GST Council Secretariatil നിന്ന് 1 post of additional secretary, അതുപോലെ തന്നെ 4 പോസ്റ്റ് കമ്മീഷണർ ഓഫ് GST Council Secretariat ഓഫ് ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ടായിരിക്കും. ഇത്രയും മെമ്പേഴ്സിനോട് കൂടി GST കൗൺസിൽ രൂപീകരിക്കാനായിട്ടാണ് നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 12/9/2016 യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ചെയർപേഴ്സണായിട്ട് GST കൗൺസിൽ രൂപീകരിച്ചത്. ആ GST കൗൺസിലിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? ആസ് പെർ ആർട്ടിക്കിൾസ് 279A പ്രകാരം GST കൗൺസിൽ രൂപീകരിക്കണം. അതിൻ്റെ സെക്രട്ടേറിയറ്റ് ന്യൂഡൽഹിയിൽ ഓഫീസ് വേണം. സെക്രട്ടറി ഓഫ് റവന്യൂ എക്സ് ഒഫീഷ്യോ ആയിട്ട് വരണം. അതുപോലെ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് സ്ഥിരം ക്ഷണിതമായിട്ട് വേണം. കൂടാതെ 1 അഡീഷണൽ സെക്രട്ടറി, അതുപോലെ തന്നെ 4 ജോയിൻറ്റ് സെക്രട്ടറി പോസ്റ്റുകളും കൂടെ GST കൗൺസിലിന് ഉണ്ടായിരിക്കും. ഓക്കെ.